ഹായ് ഫ്രണ്ട്സ്, മാലിദ്വീപിലെ ഹണിമാതു ഐലൻഡിലാണ് കേട്ടോ ഞങ്ങളുള്ളത്. ഇൻ്റർനാഷണൽ എയർപോർട്ടിലുള്ള ഒരു ഐലൻഡാണിത്. അത്യാവശ്യം വലിയ ഐലൻഡാണ്. ഇവിടെ ലേഡീസിനായിട്ടുള്ള ഫിഷിംഗ് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. നമുക്കതൊന്ന് നോക്കാം. ഇപ്പോൾ സമയം രാത്രി 7 മണിയായിട്ടാണ്. ഒരുപാട് ബോട്ടുകൾ ഉണ്ടായിരുന്നു. പിടിച്ച മീനൊക്കെ ഇവിടെ വെച്ചിട്ട് ബോട്ടുകളൊക്കെ തിരിച്ചു പോയേക്കണം. ഇപ്പോൾ ടീമുകളൊക്കെ അവരെ നമ്പർ നിലത്തൊട്ടിച്ച് അവർ പിടിച്ച മീനുകളൊക്കെ നിലത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പലതരം വെറൈറ്റി മീനുകൾ കിട്ടുക. കാണുമ്പോൾ തന്നെ അത്ഭുതമാവുന്നുണ്ട്. റെഡ് സ്നാപ്പർ, ഗ്രൂപ്പർ, സ്നാപ്പർ, റെയിൻബോ ഫിഷ്, അങ്ങനെ നീണ്ടു പോണ ലിസ്റ്റ്. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത ഒരുപാട് മീനുകളുണ്ട് കേട്ടോ ഇവിടെ. ഓരോ ടീമിലും 5 പേര്, അങ്ങനെ 11 ടീമുകളാണ് കേട്ടോ. ഈ ഐലൻഡുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പ്രോഗ്രാം ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മളിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന വിനോദം തന്നെയാണ് കേട്ടോ ഫിഷിങ്. ഓരോ ടീമുകളും പിടിച്ച മീനുകൾ തൂക്കി നോക്കിയാണ് കേട്ടോ വിജയികളെ പ്രഖ്യാപിക്കുന്നത്. 1ാം സമ്മാനമായിട്ട് 7000 റുപ്യ, അതായത് ഏകദേശം നമ്മുടെ 35,000 ഇന്ത്യൻ രൂപ. അടിപൊളിയല്ലേ? കഴിഞ്ഞില്ല കേട്ടോ. 2ാം സമ്മാനം 5000 റുപ്യ, അതായത് നമ്മുടെ 25,000 രൂപ. 3ാം സമ്മാനം കേൾക്കണ്ടേ, 1000 റുപ്യ, അതായത് 5000 ഇന്ത്യൻ രൂപ. തീർന്നില്ല, ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റുള്ള മീനിന് 500 റുപ്യ കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ എത്തിയതിൻ്റെ ശേഷം ഒരു ക്ഷാമവും അല്ലാണ്ട് കിട്ടുന്നത് മീനുകളാണ് കേട്ടോ. വെറൈറ്റി മീനുകൾ. വില കൂടിയതെന്നോ കുറഞ്ഞതെന്നോ വലുതെന്നോ ചെറുതെന്നോ വ്യത്യാസമല്ലാണ്ട് പലതരം മീനുകൾ. പക്ഷെ മാലിദ്വീപിൽ വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിന് നിരോധനം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ മത്തി, അയില അങ്ങനെയുള്ള മീനുകൾ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടാറില്ല. പക്ഷെ അയിലയും മത്തിയൊക്കെ കിട്ടുന്ന വേറെ ഐലൻഡുകൾ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വെയിറ്റുള്ള മീന്. 17.5 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ് കേട്ടോ. ഈ ടീമിന് 500 റുപ്യ കിട്ടും. കൂടുതൽ വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. എത്ര മീനുകളാണല്ലേ. അങ്ങനെ സമ്മാനദാനം കഴിഞ്ഞ് എല്ലാവരും പോയി. ഇനി ഈ പിടിച്ച മീനുകളൊക്കെ എന്ത് ചെയ്യുമെന്നല്ലേ. നമ്മുടെ ഐലൻഡിൽ സാധാരണയായിട്ട് അവർ ചെയ്യാറ് ഹാർബറിൽ നീളത്തിൽ പാർട്ടിക്ക് സെറ്റ് ചെയ്തിട്ട് നാട്ടുകാരൊക്കെ വിളിച്ചിട്ടൊരു പാർട്ടി നടത്തി ചെയ്യാറ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ മീനുകൾ മൊത്തം ഇവിടെ ഒരു റിസോർട്ട് ഉണ്ട്, അവർക്ക് കൊടുക്കും. ചിലപ്പോൾ രാത്രി ആയിക്കോട്ടെ കേട്ടോ. പക്ഷെ ചോദിച്ചവർക്കൊക്കെ അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം? കൊള്ളാമല്ലേ? അങ്ങനെ സമയം 11 മണിയായിട്ടാ. അപ്പോൾ നമ്മളങ്ങ് റൂമിലോട്ട് പോവുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.